കാലത്ത് ഉറക്കമുണർന്നാൽ തുടങ്ങുന്നതാണ് അവളുടെ ജോലികൾ. രാവിലത്തേക്കുള്ള പ്രഭാത ഭക്ഷണവും അതിനോടൊപ്പം തന്നെ ഉച്ചത്തേക്കുള്ളതും, പിന്നെ വീട് വൃത്തിയാക്കലും പാത്രം കഴുകലും അലക്കലും. അങ്ങനെ ആ വീട്ടിലുള്ള സർവ്വ പണിയും ചെയ്തു തീർത്തതിന് ശേഷം മാത്രമേ തൻ്റെ ജോലി സ്ഥലത്തേക്ക് അവൾ പോകാറുള്ളൂ. അല്ലെങ്കിൽ ചെറിയമ്മ തരുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും. തൻ്റെ ജോലിയെല്ലാം തീർത്തതിന് ശേഷം വേഗം മാറാനുള്ള ഡ്രസ്സെടുത്ത് അവൾ ബാത്റൂമിലേക്ക് പോയി. കുളിച്ച് സുന്ദരിയായി പുറത്തേക്ക് വരുമ്പോൾ അവൾ ധരിച്ചിരുന്നതൊരു കോട്ടൺ ചുരിദാർ ആയിരുന്നു. ഒരു കുഞ്ഞു കറുത്ത പൊട്ട് വെച്ച് അവൾ കണ്ണാടിയിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. പഴകിയതിൻ്റെ ഭാഗമായി അത് കുറച്ച് നരച്ചിട്ടുണ്ട്. അല്ലെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കാൻ നിൽക്കുന്നവൾക്ക് പട്ടുസാരിയുടെ ആവശ്യമില്ലല്ലോ. ഒരു ചിരിയോടെ ഓർത്തുകൊണ്ട് തൻ്റെ ഹാൻഡ് ബാഗും എടുത്ത് അവൾ അടുക്കളയിലേക്ക് പോയി. നേരത്തെ റെഡിയാക്കി വെച്ച ചോറ്റുപാത്രം എടുത്ത് ബാഗിലേക്ക് വെച്ച് കൂടെ ഒരു കുപ്പി വെള്ളവും എല്ലാം ബാഗിലേക്ക് വെച്ച് അവൾ സമയം നോക്കി. 8:15. ഇനിയിപ്പോൾ ഓടിയാലേ 8:30 ബസ് കിട്ടൂ. 9 മണിക്ക് സൂപ്പർ മാർക്കറ്റ് തുറക്കും. അതിനു മുൻപ് അവിടെ എത്തണമെങ്കിൽ ഈ ബസ്സിന് തന്നെ പോകണം. ചിത്രേ. തിരക്കോട് മുറ്റത്തേക്കിറങ്ങി ചെരിപ്പിടുമ്പോഴാണ് ചെറിയമ്മയുടെ വിളി വന്നത്. തൻ്റെ അടുത്തേക്ക് വരുന്ന ചെറിയമ്മയെ കണ്ടതും ഒരു നിമിഷം അവൾ അവരെ തന്നെ നോക്കി നിന്നു. ചിത്രേ, സാധനങ്ങളൊക്കെ തീർന്നു, എല്ലാം വാങ്ങണം, ഇതാ ലിസ്റ്റ്. പറയുന്നതിനോടൊപ്പം പലചരക്കിൻ്റെയും പച്ചക്കറിയുടെയും ഒരു വലിയ ലിസ്റ്റ് തന്നെ അവർ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിരുന്നു. ആ ലിസ്റ്റ് വാങ്ങി അതിലൂടെ കണ്ണോടിക്കുമ്പോൾ തൻ്റെ ബാഗിൽ ഇനി എത്രയുണ്ടാകുമെന്ന് കണക്ക് കൂട്ടുകയായിരുന്നു അവൾ. എന്താ, പോകുന്നില്ലേ? സമയമായല്ലോ. ലിസ്റ്റിലേക്ക് നോക്കി എന്തോ ചിന്തിക്കുന്നവളെ നോക്കി ഗൗരവത്തോടെ ചെറിയമ്മ ചോദിച്ചതും ഒന്നുമില്ല എന്ന് തല കാണിച്ച വേഗം പുറത്തേക്കിറങ്ങി സ്പീഡിൽ നടന്നിരുന്നു അവൾ. മാസം കിട്ടുന്ന 15,000 രൂപയിൽ നിന്ന് 12,000 രൂപയും ചെറിയമ്മ വാങ്ങിക്കും. പിന്നെ തൻ്റെ കയ്യിൽ കിട്ടുന്ന തുച്ഛമായ തുകയാണ്. തൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ മാസം കിട്ടുന്ന സാലറിക്ക് 3 ചുരിദാർ വാങ്ങണമെന്ന് കരുതിയതാണ്. ഇനി എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. വേഗം ബസ് സ്റ്റോപ്പിലേക്ക് പോയി. എന്നത്തെയും പോലെ രാവിലത്തെ തിരക്കും തിക്കും കൊണ്ട് എങ്ങനെയോ ഓടിപ്പിടിച്ച് സൂപ്പർ മാർക്കറ്റിലെത്തി. അവിടെ ബില്ലടിക്കുന്ന ജോലിയാണ്. ഞാൻ കൂടാതെ വേറെ ഒരു സ്റ്റാഫ് കൂടെയുണ്ട് ബില്ലടിക്കാൻ. സന, ചിത്രയുടെ ഏറ്റവും അടുത്ത കൂട്ടാണ് സന. അവരെ കൂടാതെ വേറെയും 10-15 സ്റ്റാഫുണ്ട് അവിടെ സെയിൽസും മറ്റുമായി. റോഡ് സൈഡിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് കരയുന്ന ആ 3 വയസ്സുകാരിയെ എടുത്ത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് ശിവരാമൻ എന്ന പേരുള്ളൊരു കൂലിപ്പണിക്കാരനാണ്. അയാളുടെ ഭാര്യ ലതയ്ക്കും മക്കൾ അഞ്ജനയ്ക്കും ചിത്രയെ കണ്ണിനു നേരെ കണ്ടുകൂടാ. പക്ഷെ ആരും ശിവരാമനെ പേടിച്ചൊന്നും പറയാറില്ലായിരുന്നു. ചിത്ര ജനിച്ചതിനു ശേഷം ശിവരാമന് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അയാൾ ചെറിയ രീതിയിൽ കച്ചവടമെല്ലാം തുടങ്ങി. ടൗണിൽ ചെറിയൊരു തുണിക്കടയുണ്ട്. അത്യാവശ്യം വരുമാനമുണ്ട്. ചിത്ര വന്നതിന് ശേഷം ലതയ്ക്ക് മറ്റൊരു കുഞ്ഞുകൂടെ ജനിച്ചു, മഞ്ജിമ. മഞ്ജുവിനും ചിത്രയെ കണ്ണിനേരെ കണ്ടൂടാ. ശിവരാമൻ ചിത്രയെ നന്നായി നോക്കി. അവളെ പഠിപ്പിക്കാനും വിട്ടു. എന്നാൽ പ്രതീക്ഷിക്കാതെ ശിവരാമൻ മരിച്ചതും ചിത്ര ആകെ ദുരിതത്തിലായി. ഇപ്പോൾ ആ വീട്ടിലെ ജോലി ചെയ്യുന്നത് കൂടാതെ സൂപ്പർ മാർക്കറ്റിലെ ശമ്പളത്തിൻ്റെ നല്ലൊരു പങ്ക് പറ്റുന്നതും ലതയും മക്കളുമാണ്. പോരാത്തതിന് വാക്കുകൊണ്ടും ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ട്. തനിക്ക് പോകാൻ ഒരിടമില്ലാത്തത് കൊണ്ട് അവൾ എല്ലാം സഹിക്കുന്നു എന്ന് മാത്രം. വീട്ടിലേക്കുള്ള പച്ചക്കറികളും മറ്റു പലചരക്ക് സാധനങ്ങളും വാങ്ങിയതിനു ശേഷം ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് ചിത്ര. ബസ് പോകുമോ എന്നുള്ള ടെൻഷനിൽ തിരക്ക് പിടിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ മൂക്കിൻ തുമ്പിലും നെറ്റിയിലും മറ്റും വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ ബസ് സ്റ്റാൻഡിലെത്തിയ തിരക്ക് പിടിച്ച ബസ്സിൽ നൂണ്ട് കയറി ഒരുവിധമാണ് അവൾ വീട്ടിലെത്തിയത്. ചെന്ന് കയറിയ ഉടനെ സാധനങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ടുവച്ചതിന് ശേഷം വിസ്തരിച്ചൊന്ന് കുളിച്ചു. പുറത്താണ് കുളിമുറി, കിണറിനോട് ചേർന്ന്. ചിത്രയുടെ മുറി അടുക്കളയോട് ചേർന്നുള്ള ചെറിയ മുറിയാണ്. അവിടെ നിലത്ത് പാവിരിച്ചാണ് അവൾ കിടക്കുന്നത്. കുളിച്ചൊരു സാധാരണ ചുരിദാർ ധരിച്ച് അവൾ പുറത്തേക്ക് വന്നു. അടുക്കളയിലേക്ക് വന്നു നോക്കുമ്പോഴും കൊണ്ടുവന്ന് വെച്ച പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും അതുപോലെ തന്നെ ഇരിക്കുന്നു. ഹാളിലേക്കൊന്നെത്തി നോക്കിയതും അവിടെ TV കാണുന്ന ചെറിയമ്മയും അവരുടെ മക്കളെ കണ്ടതും വേഗം അടുക്കളയിലേക്ക് ചെന്നൊരു ഗ്ലാസ് ചായക്ക് വെള്ളം വെച്ചു. പിന്നെ പച്ചക്കറികൾ ഫ്രിഡ്ജിലേക്കും പലചരക്ക് സാധനങ്ങൾ അതിൻ്റേതായ ഇടത്തേക്കും മാറ്റിവെച്ചു. ചായ കുടിച്ചതിനു ശേഷം സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങളും അടുക്കളയിലും ബർത്തിലും മറ്റും വിതറി കിടക്കുന്ന അഴുകിലുമെല്ലാം വേദനയോടെ നോക്കി നിന്നു. എന്നും ഇത് പതിവാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ നല്ല ജോലിയുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഷ്ടപ്പെടണം, അവൾ വേദനയോടെ ഓർത്തു. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള തൂത്തു തുടച്ച് രാത്രിയിലേക്കുള്ളതും റെഡിയാക്കി. എല്ലാവരും ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി കിടക്കുമ്പോൾ സമയം 10:30.
ശരീരം മുഴുവൻ നല്ല വേദന, കണ്ണടഞ്ഞു പോകുന്നത് പോലെ. പിന്നെ കണ്ണുകൾ വലിച്ചു തുറന്ന് തൻ്റെ പഴകിയ കീപാഡിൻ്റെ ഫോൺ എടുത്ത് അതിൽ രാവിലത്തേക്കുള്ള 5 മണിയുടെ അലാറം സെറ്റ് ചെയ്ത് കിടന്നു. യഥാർത്ഥത്തിൽ അവൾക്ക് അലാറത്തിൻ്റെ ആവശ്യമില്ല. എന്നും ആ സമയത്ത് എണീക്കാറുള്ളത് കൊണ്ട് അത് പതിവാണ്. പിന്നെ ഉറങ്ങിയാലോ എന്ന് മാത്രം കരുതി വെക്കുന്നതാണ്. ഇനി എങ്ങാനും ഉറങ്ങിപ്പോയാൽ രാവിലെ ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് നല്ല വഴക്കും തല്ലും കിട്ടും. കുട്ടിക്കാലം മുതൽ അവൾക്കെല്ലാം പതിവാണ്. പിന്നെ അച്ഛനുള്ളപ്പോൾ ഇത്രയ്ക്കുണ്ടായിരുന്നില്ല എന്ന് മാത്രം. വേദനിക്കുന്ന ഓർമ്മകളോടെ പതിയെ ഉറക്കത്തിലേക്ക് കടക്കുമ്പോൾ ഇനി തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഇനിയും പരീക്ഷണങ്ങൾ നിറഞ്ഞ ദിനങ്ങളാണെന്ന് അവൾക്കൊരു നിമിഷം പോലും അറിയില്ലായിരുന്നു. തൻ്റെ ഫോണിലെ സൗണ്ട് കേട്ടതും തൻ്റെ കയ്യിലുള്ള ഫൈൻ മാറ്റിവെച്ച് ഫോൺ കയ്യിലെടുത്തു. എന്നിട്ട് വാട്സപ്പ് ഓൺ ചെയ്തിരുന്നു കിഷോർ. അവൻ്റെ ഫോണിൽ തെളിഞ്ഞു കാണുന്ന ചിത്രയുടെ ഫോട്ടോയിലേക്ക് പോയതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. പിന്നെ കണ്ണുകൾ ആകാംക്ഷയോടെ അതിന് താഴെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചു. അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. ആഗ്രഹിച്ചത് കണ്ടെത്തിയതിൻ്റെ വിജയചിരി. സർ. പെട്ടെന്ന് കിഷോർ ഇരിക്കുന്ന ക്യാബിൻ്റെ ഡോറ് തള്ളി തുറന്ന് ജോയൽ അകത്തേക്ക് വന്നു. ജോയലിൻ്റെ ശബ്ദം കേട്ടതും കിഷോർ തൻ്റെ ഫോൺ അവിടെ വെച്ച് തല ഉയർത്തി നോക്കി. സാറ് പറഞ്ഞതുപോലെ അവരെക്കുറിച്ചെല്ലാം അന്വേഷിച്ചിട്ടുണ്ട്. അനാഥയാണ്. വളർത്തച്ഛൻ 1 വർഷം മുൻപ് മരിച്ചു. ഇപ്പം ചെറിയമ്മയും അവരുടെ 2 മക്കളോടൊപ്പമാണ് താമസം. അവൾ ജോലിക്ക് പോയാണ് എല്ലാവരും കഴിഞ്ഞുകൂടുന്നത്. പിന്നെ ആ കുട്ടിയുടെ ചെറിയമ്മ പണത്തിനോട് അല്പം അത്യാർത്തി കൂടുതലുള്ള കൂട്ടത്തിലാണ്. അവർക്ക് നല്ലൊരു തുക ഓഫർ ചെയ്താൽ അവർ തന്നെ ആ കുട്ടിയെ കൊണ്ട് കോൺട്രാക്റ്റിന് സമ്മതിപ്പിച്ചോളും. ആത്മവിശ്വാസത്തോടെ ജോയൽ പറഞ്ഞതും ഒന്ന് ചിരിച്ചുകൊണ്ട് കിഷോർ ചെയറിലേക്ക് ചാരി. നാളെ തന്നെ അബിയുടെ ലോയറെ വിളിക്കണം. എന്നിട്ട് എന്നെ വന്ന് കാണാൻ പറയണം. ഓക്കെ സർ. പിന്നെ കാലത്ത് ചിത്രയുടെ വീട് വരെ പോവണം. അവളില്ലാത്തപ്പോൾ പോയാൽ മതി. എന്ത് പറഞ്ഞായാലും അവളെ കൊണ്ട് ഈ കോൺട്രാക്റ്റിന് സമ്മതിപ്പിച്ചിരിക്കണം. ഓക്കെ. യെസ് സർ. യു ക്യാൻ ഗോ. തൻ്റെ ക്യാബിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് പോകുന്ന ജോയലിനെ നോക്കിക്കൊണ്ട് അവൻ തൻ്റെ ഫോൺ എടുത്ത് അബി എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു. അബി. മറുപുറത്ത് കോൾ കണക്റ്റ് ആയതും കിഷോർ സംസാരിച്ചു തുടങ്ങി. എല്ലാം ഓക്കെയാണ്. 17-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. ഗൗരവത്തോടെ കിഷോർ പറഞ്ഞത് മറുപുറത്ത് കോൾ എടുത്തവൻ ഗൗരവത്തിലൊന്ന് മൂളി. അന്ന് മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ അവിടെ എത്തും. അപ്പോഴേക്കും നീ എല്ലാം റെഡിയാക്കിയിരിക്കണം. അവൻ ഗൗരവത്തോടെ അത് പറഞ്ഞതും കിഷോറും ഒന്ന് മൂളി. ശരി അബി, ഞാൻ നിന്നെ വിളിക്കാം. വേണ്ട, ഇനിയെല്ലാം നേരിൽ കണ്ടിട്ട് മതി. കിഷോറിൻ്റെ മറുപടിക്ക് പോലും കാക്കാതെ അഭിറാം എന്ന അബി ഫോൺ വെച്ചിരുന്നു. ഫോണിലേക്ക് നോക്കിയൊന്ന് നിശ്വസിച്ചതിന് ശേഷം കിഷോർ കോള് കട്ടാക്കി. ജോയൽ. പുറത്തേക്ക് നോക്കി വിളിച്ചതും അവൻ്റെ ക്യാബിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് ജോയൽ അകത്തേക്ക് കയറി. സർ. അവനെ നോക്കിക്കൊണ്ട് ഭവ്യതയോടെ ജോയൽ പറഞ്ഞതും കിഷോർ സംസാരിച്ചു തുടങ്ങിയിരുന്നു. നീ തനിച്ചു പോകേണ്ട, ഞാനും വരാം. ചിത്ര എത്ര മണിക്കാണ് ജോലിക്ക് പോകുന്നത്? അവനെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചതും ജോയലിൻ്റെ മറുപടി എത്തിയിരുന്നു. 8 മണി അല്ലെങ്കിൽ 8:15. ഓക്കെ, നമുക്ക് നാളെ ഒരു 10 മണിക്ക് പോകാം. പിന്നെ ചെക്ക് വേണ്ട, നാളെ ക്യാഷ് മതി. ഇനി അധികം സമയമില്ല, എല്ലാം പെട്ടെന്ന് വേണം. ഓക്കെ സർ എന്ന് പറഞ്ഞുകൊണ്ട് ജോയൽ പുറത്തേക്ക് പോയതും കിഷോർ തൻ്റെ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. അപ്പോഴും അവൻ്റെ മനസ്സ് നിറയെ പലതരത്തിലുള്ള കണക്കുകൂട്ടലുകളായിരുന്നു. അടുത്ത ദിവസം പതിവ് പോലെ വീട്ടിലുള്ള ജോലിയെല്ലാം തീർത്ത് ചിത്ര ജോലിക്ക് പോയി. വീട്ടിലാകെ രമ മാത്രമേ ഉള്ളൂ. TV തുറന്ന് സീരിയൽ കാണുന്ന തിരക്കിലായിരുന്നു അവർ. പെട്ടെന്നാണ് വീടിൻ്റെ മുൻപിൽ ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അതോടെ TV ഓഫ് ചെയ്തവർ പുറത്തേക്ക് വന്നു. വിലപിടിപ്പുള്ള ഒരു ആഡംബരം നിറഞ്ഞ കാറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ചെറുപ്പക്കാരനെ അവർ സംശയത്തോടെ നോക്കി നിന്നു. ഇതാരായിപ്പോൾ ഇങ്ങോട്ട് വരാൻ, അതും ഇത്രയും വിലപിടിപ്പുള്ള കാറിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് രമ പുറത്തേക്ക് വന്നത്. എന്നാൽ അപ്പോഴേക്കും കിഷോർ ജോയലുമായി അകത്തേക്ക് കയറിയിരുന്നു. ആരാ, എന്തു വേണം? അവരെ നോക്കിക്കൊണ്ട് രമ ചോദിച്ചതും രമയെ നോക്കിക്കൊണ്ട് കിഷോർ ഗൗരവത്തിൽ സംസാരിച്ചു തുടങ്ങി. എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. നിങ്ങൾക്കും ഗുണമുള്ള കാര്യമാണ്. തനിക്ക് ഗുണമുള്ള കാര്യമാണ് എന്ന് കിഷോർ പറഞ്ഞത് കേട്ട ഉടനെ അവരുടെ കണ്ണുകൾ വിടരുന്നത് അവൻ നോക്കി നിന്നു. സാർ അകത്തേക്ക് വരൂ. വളരെ വിനയത്തോടെ രമ അവരെ അകത്തേക്ക് ക്ഷണിച്ചതും റോഹനും ജോയലും അകത്തേക്ക് കയറി. കുറച്ചു നേരത്തെ സംസാരത്തിനു ശേഷം അവർ അവിടം വിടുമ്പോൾ കിഷോറിൻ്റെ കണ്ണുകൾ അവിടെ വിചാരിച്ച കാര്യം നടന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ തൻ്റെ കയ്യിലിരിക്കുന്ന പെട്ടിയിൽ അടക്കി വെച്ചിരിക്കുന്ന 2000-ൻ്റെ നോട്ടുകെട്ടിലേക്ക് നോക്കി സ്വപ്നം കാണുകയായിരുന്നു രമ. പതിവ് പോലെ അന്ന് തൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് ചിത്ര. വീട്ടിലേക്ക് വന്ന് കയറിയതും അവൾ നേരെ ബാത്റൂമിലേക്ക് പോയൊന്ന് കുളിച്ച് ഫ്രഷായി.
അടുക്കളയിലേക്ക് പോയതും അവളുടെ കണ്ണ് മിഴിഞ്ഞു. പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയും പരിസരവും വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അത്ഭുതത്തോടെ ചുറ്റും നോക്കുമ്പോഴാണ് അവൾക്ക് നേരെ 2 കൈകൾ നീണ്ടു വരുന്നത്. എന്നാൽ ആ കയ്യിലുള്ള ചായയും ആ കയ്യിലെ ഉടമസ്ഥയും കാണി അവളുടെ കണ്ണുകൾ അത്ഭുതത്തിൽ വിടർന്നു. ചെറിയമ്മ, മോളെ, ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, ഇതാ ഇത് കുടിച്ചോ എന്ന് പറഞ്ഞ് അവരുടെ കയ്യിലുള്ള ചായ ചിത്രയ്ക്ക് ഏൽപ്പിച്ചു. എന്നിട്ട് വേഗം അവളെ പിടിച്ചു ചെയറിലേക്ക് ഇരുത്തി. മോളിന് ജോലിയൊന്നും ചെയ്യണ്ട, എല്ലാം ചെറിയമ്മ ചെയ്തോട്ടുണ്ട്. എൻ്റെ കുട്ടി സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് വന്നതല്ലേ. തന്നെ നോക്കി മുഖത്ത് വിഷമം വരുത്തിക്കൊണ്ട് ഓരോന്ന് പറയുന്ന ചെറിയമ്മയെ അവൾ അത്ഭുതത്തോടെ നോക്കി. തൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ചെറിയമ്മ തന്നോട് ഇത്ര സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ലെന്ന് ഓർത്തു അവൾ. ആദ്യമെല്ലാം അച്ഛൻ്റെ മരണത്തിന് ശേഷം തന്നെ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. പിന്നെ ജോലിക്ക് പോയി തുടങ്ങിയതിനു ശേഷമാണ് അല്പമെങ്കിലും മയത്തിൽ പെരുമാറി തുടങ്ങിയത്. ചെറിയമ്മയ്ക്ക് മാത്രമല്ല, അഞ്ജുവിനും ചിത്രയെ കാണുന്നത് പോലും ദേഷ്യമാണ്. പിന്നെ 2 പേരും ക്ലാസ്സിൽ പോകും. അവധി ദിവസം പോലും വീട്ടിലിരിക്കാതെ ഷോപ്പിൽ പോയിരിക്കും. ഷോപ്പ് ചെറിയമ്മയുടെ പേരിലാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവർ 2 പേരുമാണ്. എന്താ മോളെ ചിന്തിച്ചിരിക്കുന്നത്, കഴിക്ക്. അവളെ നോക്കിക്കൊണ്ട് ചെറിയമ്മ പറഞ്ഞപ്പോഴാണ് ചിത്ര ചിന്തയിൽ നിന്ന് ഉണരുന്നത്. അവരെ തന്നെ സംശയത്തിലൊന്ന് നോക്കിയതിനു ശേഷം ചിത്ര പതിയെ ചായ ചുണ്ടോട് ചേർത്തു. അന്ന് മുഴുവൻ ചെറിയമ്മ അവളോട് സ്നേഹത്തോടെയാണ് പെരുമാറിയത്. അവർ മാത്രമല്ല, അഞ്ജുവും അങ്ങനെ തന്നെ. അതോടെ കാര്യമായി എന്തോ നടക്കാൻ പോകുകയാണെന്ന് അവൾക്ക് തോന്നി. എന്തായാലും ഗുണമുള്ള കാര്യത്തിനല്ലാതെ ചെറിയമ്മ ആരെയും സ്നേഹിക്കാറില്ല. സാധാരണ സൂപ്പർ മാർക്കറ്റിലെ ജോലിയും അത് കഴിഞ്ഞ് വന്ന് വീട്ടിലെ ജോലിയും എല്ലാം കഴിഞ്ഞ് ചിത്ര കിടക്കുമ്പോഴേക്കും സമയം 11 മണി കഴിയും. ഇന്നൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് 9 മണിക്ക് തന്നെ ഭക്ഷണം കഴിച്ചു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകാൻ നിന്ന് തന്നെ ചെറിയമ്മ തന്നെയാണ് ഉറങ്ങിക്കോ മോളെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് അയച്ചത്. തൻ്റെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചിന്തിക്കുമ്പോഴും എന്തിനായിരിക്കും ചെറിയമ്മ തന്നോട് ഇത്ര കരുതൽ കാണിക്കുന്നത് എന്നറിയാതെ അവളുടെ ഉള്ളു ഉലഞ്ഞുകൊണ്ടിരുന്നു. ഇനി പണത്തിന് വേണ്ടി തന്നെ ആർക്കെങ്കിലും വിൽക്കാനായിരിക്കുമോ? ഒരു വേള ചിത്രയുടെ മനസ്സിലൂടെ കടന്നു പോയത് ആ ഒരു ചിന്തയായിരുന്നു. കാരണം അവളുടെ പേരിൽ സ്വത്തോ പണമോ ബാങ്ക് ബാലൻസോ ഒന്നുമില്ല. പിന്നെയുള്ളത് ശരീരം മാത്രമാണ്. എന്തായാലും പണം കിട്ടുന്ന കാര്യത്തിനല്ലാതെ ചെറിയമ്മ തന്നോട് ഇത്രയ്ക്ക് സ്നേഹം കാണിക്കില്ല. ചിന്തിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആരോ കതക് തുറന്നകത്ത് വരുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. തല ഉയർത്തി നോക്കിയ ചിത്ര കാണുന്നത് തൻ്റെ അടുത്തേക്കൊരു പുഞ്ചിരിയോടെ വരുന്ന ചെറിയമ്മയെയാണ്. ഇരുന്ന് ഭയത്തോടെ അവൾ ഇരിക്കുന്ന നിലത്ത് വിരിച്ച് പായിൽ നിന്ന് എഴുന്നേറ്റു നിന്നതും അവർ അവളുടെ അടുത്തേക്ക് നിന്നു. ചെറിയമ്മയുടെ മോളി മുറിയിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അവളോട് ചേർന്ന് അവർ പറഞ്ഞതും ചിത്ര ഒന്നും മിണ്ടിയില്ല. എന്നാൽ അവളെ നോക്കി അവർ സംസാരിച്ചു തുടങ്ങി. ചിത്രമോള് വിചാരിക്കുന്ന പോലെ ചെറിയമ്മയ്ക്ക് മോള് ദേഷ്യമൊന്നുമില്ല. എൻ്റെ അഞ്ജുവും എങ്ങനെയാണോ അതുപോലെയായി എനിക്ക് നീയും. പക്ഷെ എന്ത് ചെയ്യാനാ മോളെ, ചെറിയമ്മയുടെ കഷ്ടപ്പാടിനിടയിൽ എനിക്കൊന്നിനും കഴിഞ്ഞില്ല. സത്യം പറഞ്ഞ മോളുടെ വരുമാനം കൊണ്ട് നമ്മൾ കഴിഞ്ഞു കൂടുന്നത്. ഷോപ്പിലും വലിയ വരുമാനമൊന്നുമില്ല. പക്ഷെ എൻ്റെ ചിത്രമോള് മനസ്സ് വെച്ചാൽ നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറും. ചെറിയമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാക്കാതെ ചിത്ര ചെറിയ സംശയത്തോടെ നോക്കി. എന്നാൽ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവർ സംസാരിച്ചു തുടങ്ങിയിരുന്നു. മോളൊരു ജോലി ചെയ്യണം, അതും വെറും 1 വർഷത്തേക്ക് മാത്രം. ആ 1 വർഷം കഴിഞ്ഞ് നമുക്ക് കൈനിറയെ പണം കിട്ടും. പിന്നെ ചെറിയമ്മയുടെ മൂക്കിഷ്ടമുള്ളത് പോലെ സുഖമായിട്ട് ജീവിക്കാം. നമ്മുടെ പുതിയ വീടിൻ്റെ പണിയും അഞ്ജുവിൻ്റെയും പഠിത്തം, വിവാഹമെല്ലാം നടക്കും. പിന്നെ എൻ്റെ ചിത്രമോൾക്കും ഒരു ജീവിതം വേണ്ടേ? അവളെ നോക്കി കൗശലത്തോടു കൂടി എന്നാൽ ചെറുചിരി ചുണ്ടിൽ വരുത്തിക്കൊണ്ട് ചെറിയമ്മ പറഞ്ഞു. എന്നാൽ അപ്പോഴും അവർ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം കീറിമുറിച്ച് പരിശോധിക്കുകയായിരുന്നു അവൾ. എന്നിട്ടും തനിക്ക് പൂർണ്ണമായി ഒരു ഉത്തരം കിട്ടാത്തതുപോലെ ചെറിയമ്മയെ സംശയത്തോടെ നോക്കി അവൾ. ചെറിയമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തൻ്റെ മുഖത്ത് നോക്കി സംശയത്തോടെ സംസാരിക്കുന്ന ചിത്രയെ നോക്കി അവർ പറഞ്ഞു. 1 വർഷത്തേക്ക് ഒരാളുടെ ഭാര്യയായി അഭിനയിക്കണം. 1 വർഷം കഴിഞ്ഞ ഡിവോഴ്സ്. ഏതോ കാശുകാരനാ, അയാൾക്കെന്തോ അത്യാവശ്യം. 2 ദിവസത്തിനുള്ളിൽ വിവാഹം നടക്കണം. വിവാഹത്തിൻ്റെ ചിലവും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട, അതെല്ലാം അവർ തന്നെ നോക്കിക്കോളും. അവർ അയക്കുന്ന കാറിൽ കയറി കൃത്യസമയത്ത് രജിസ്റ്റർ ഓഫീസിലെത്തുക എന്നുള്ളത് മാത്രമാണ് ജോലി. ഇനി വിവാഹം കഴിഞ്ഞാലും അയാളുടെ ഭാര്യയായി അയാളുടെ കൂടെ ജീവിക്കുകയൊന്നും വേണ്ട. അന്ന് തന്നെ മോൾക്ക് ഇവിടേക്ക് തന്നെ തിരിച്ചു വരാം. പക്ഷേ അവർ വിളിക്കുന്ന സമയത്ത് പോകേണ്ടി വരും. പിന്നെ ഇതൊന്നും വെറുതെയല്ല കേട്ടോ. ഇതിനെല്ലാം പകരമായി 50 ലക്ഷം രൂപയാണ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടത്.